അതെ, ഒന്ന് ഗുരുവായൂർ പോയാലോ? ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ കേട്ടൊരു കാര്യമാണ്, സത്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഗുരുവായൂരേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കണ്ണം വിളിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയോ? ഒരാഴ്ചൻ്റെ മുകളിലായിട്ടേ ഉള്ളൂ ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നിട്ട്. അപ്പോൾ നാളെ അരുണിന് ഗുരുവായൂരേക്കാണ് ഡ്യൂട്ടി. അപ്പോൾ പിന്നെ അവിടെ അവന് റെസ്റ്റിംഗ് ടൈമും ഉള്ളതാണ്. അപ്പോൾ കണ്ണനെ ഒന്ന് കണ്ടു വന്നേക്കാന്ന് കരുതി. അപ്പോൾ എന്നുള്ളത് പോകണം. ഇന്നും കണ്ണന് വേണ്ടിയിട്ട് തുളസി വരയ്ക്കാൻ പോവുകയാണ് ബാപ്പോരി. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കതിരുകൾ വരുന്നുണ്ട്. ഒരു പിടിയുണ്ട്. ഇനിയൊന്നും ഉള്ളാൻ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒന്ന് കെട്ടണം. അവിടെ അത് വാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുലർച്ചെ നീക്കല്ലേ കണ്ണനെ ഒരു തുളസിക്കതിൽ. അപ്പൊ നാളെ ആട്ടോ പോണത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഗുരുവായൂർ പോകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:10. എന്തോ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഈ ഇതുണ്ടല്ലോ മറ്റേ പേട മേടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അരുണ്. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി കുറച്ചിട്ടോ. ഇതാകുമ്പോൾ ബോക്സ്. ഇനി എൻ്റെ ബാഗിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതെൻ്റെ ഏട്ടൻ മേടിച്ചു തന്നാട്ടോ. അപ്പോൾ എനി ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതില്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റൂല. ഇത് പിന്നെ വേണ്ടത് കൂടാ. എൻ്റെ കാക്ക ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുതന്നതാട്ടോ. അങ്ങനെ കുളിച്ച് ഫ്രഷായി കോസ്റ്റ്യൂമിലായി. ഇതാണ്. അപ്പോൾ നമ്മുടെ തുളസി പൊതിയാൻ വേണ്ടിയിട്ട് ഒരു വാഴയില എടുക്കാമെന്ന് കരുതി. കീറണ്ട ഒരു സ്റ്റാൻഡ് അവിടെ എവിടെയോ ഗൈസ്. അതുകൊണ്ടാണ് കണ്ണനെ പകുതിയാക്കി വെച്ച് പോവുക. ഞാൻ ഒന്നും കൂടി കുടിക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തുളസി ഇങ്ങനെ പാക്ക് ചെയ്തു കേട്ടോ. ബസ് കയറിയാൽ പിന്നെ സേഫാണല്ലോ. അങ്ങനെ പോകാനുള്ള ബസ് വന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ ബസ് കയറി. കോഴിക്കോട് എത്തിയപ്പം ചായ കുടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു പോപ്കോൺ മേടിച്ച് അത് കഴിച്ചതാണ്. ബസ്സിൽ നിന്ന് ഉടുത്ത പാൻറ് മാറ്റി ഒരു തുണിയൊക്കെ ഉടുത്ത് അങ്ങനെ ഞാനും അവനോടും അമ്പലത്തിലേക്ക് പോകുക കേട്ടോ. KSRTCന്ന് ഒരിത്തിരിയേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിട്ടോ. എല്ലാ തവണത്തെ പോലെയും ഇത്തവണയും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. ഒരു മനസ്സമാധാനം. ഗുരുവായൂർ ഒരു ഹോട്ടലിൽ ഞാൻ വരച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയും ഒന്ന് കയറി കണ്ടു കേട്ടോ. പിന്നെ എൻ്റെ മോള് കുറേ കാലമായിട്ട് പറയുന്നൊരു സാധനമായിരുന്നു ഇത്. അവൾക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് മേടിച്ചു. പിന്നീട് നേരെ ചോറ് കഴിക്കാം. ഞാൻ ചോറാട്ടോ കഴിച്ചത്. അവന് ഫ്രൈഡ് റൈസും. ഞാൻ ചോറ് കഴിച്ചപ്പം അവൻ ഫ്രൈഡ് റൈസും കഴിച്ചു. അങ്ങനെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ തിരിച്ച് നമ്മൾ കോഴിക്കോടേക്ക് യാത്ര തുടർന്നു കേട്ടോ.